സ്വാഗതം എല്ലാവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക്. നമ്മൾ ഇന്നത്തെ ഈ ഒരു മോർണിംഗ് സെഷനിൽ നോക്കുന്നത് നമ്മുടെ മലയാള സാഹിത്യ അവാർഡുകളെ കുറിച്ചാണ്. നമ്മുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള അവാർഡുകളുണ്ട് നമ്മുടെ കേരളത്തിലെ സാഹിത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കേരള സംസ്ഥാന സർക്കാരൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും അവാർഡുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിന് നമ്മൾ അവാർഡിന്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിന് മുന്നേ വരെയുള്ള എല്ലാ പരീക്ഷകളിലും അവാർഡുകൾ വരാറുണ്ട്. അതിന് തൊട്ട് മുന്നേ നടന്ന എക്സാമിൽ എല്ലാ മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരേ ക്വസ്റ്റ്യൻ വന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നില്ല, സെയിം ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം, ഇത് കുറച്ച് ലെങ്തി ആയിരിക്കും. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, അതൊന്ന് പഠിച്ച് പോകുന്നതന്നെയായിരിക്കും നല്ലത്, പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തില്ല, വീണ്ടും നമ്മൾ വായിച്ച് സമയം കളയേണ്ടതായിട്ട് വരില്ല. അപ്പോൾ എല്ലാ അവാർഡുകളും നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പം നമ്മൾ പ്രധാനപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആവശ്യപ്രകാരം നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബാക്കിയുള്ള അഡീഷണൽ ആയിട്ട് വരുന്ന കുറച്ചധികം അവാർഡുകളും കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. കഴിഞ്ഞ ടേമിലൊക്കെ നിങ്ങൾ പഠിച്ച പോലെ തന്നെയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്ന അല്ലെങ്കിൽ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് ശരിക്കും എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു ബഹുമതിയാണ്, സാഹിത്യ അവാർഡാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അതുകൊണ്ട് തന്നെ അത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ, ഈ എഴുത്തച്ഛൻ പുരസ്കാരം അതാത് ഒരു പ്രത്യേക കൃതികൾക്കല്ല, പ്രത്യേക പുസ്തകത്തിന് ആയിട്ട് കൊടുക്കുന്നതല്ല, പകരം ഒരാളുടെ പിന്നെ ഒരാളുടെ എഴുത്തുകാരന്റെ സമഗ്ര സംഭാവനയ്ക്കായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുന്നത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1993 ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. 1993 ഏർപ്പെടുത്തിയത്. പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഏറ്റവും പരമോന്നതമായിട്ടുള്ള സാഹിത്യ പുരസ്കാരമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ പുരസ്കാര തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ഓക്കെ, എഴുത്തച്ഛൻ പുരസ്കാരത്തിന് സമ്മാന തുക 5 ലക്ഷം രൂപയാണ് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിന്റെ കൂടെ ബാക്കി പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, പ്രശസ്തി പത്രം അത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെ കൂടെ സമ്മാന തുകയായിട്ട് വരുന്നത് 5 ലക്ഷം രൂപയാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതാണ് നിങ്ങൾ എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ 5 ലക്ഷം എന്ന് പറയുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്. 2010 വരെ 1 ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ അവാർഡ് ഉണ്ടായത്. എന്നാൽ 11 മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, 1.5 ലക്ഷം രൂപയാക്കി ഉയർത്തിയിരുന്നു. പിന്നീട് 2017 മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, 5 ലക്ഷം രൂപയാക്കി. ഓക്കെ, 2017 മുതലാണ് 5 ലക്ഷം രൂപയാക്കി മാറ്റിയത്. ഇനി എഴുത്തച്ഛൻ പുരസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കിനി പ്രധാനമായിട്ടും ആർക്കൊക്കെ കിട്ടി എന്നുള്ള കാര്യം വർഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ എഴുത്തച്ഛൻ പുരസ്കാരം 1993 നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. ഇതൊക്കെ നിങ്ങൾ മുന്നേ പഠിച്ചു കഴിഞ്ഞത് തന്നെയായിരിക്കും. ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് ലഭിച്ചത് ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം. എന്നാൽ ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം നേടുന്ന വനിത ആരെന്ന് ചോദിച്ചാൽ അത് ബാലാമണി അമ്മയാണ്. അത് വർഷം 1995 ഓക്കെ, ആ 2 പോയിന്റും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കണം. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് നേടുന്നത് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. എന്നാൽ ആദ്യമായി നേടുന്ന വനിത ആരാണ്, ബാലാമണി അമ്മയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എന്നാൽ നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ടത് അതൊന്നുമല്ല, ഇപ്പൊ റീസെന്റ് ആയിട്ട് ആർക്ക് ലഭിച്ചു എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് NS മാധവൻ എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. ഓക്കെ, അപ്പൊ അത് 2024 എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നതിന് പകരം 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നും ചോദിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ 2024 വന്നിട്ടുള്ളത് 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. ആ 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് NS മാധവൻ എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. ഓക്കെ, സാഹിത്യകാരനാണ്. ആ കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 2024 ലഭിച്ചത് NS മാധവനാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, അതങ്ങനെ വലിയ കോഡൊന്നല്ല. നമുക്കറിയാം എഴുത്തച്ഛൻ എന്ന് വെച്ചാൽ എഴുത്തച്ഛനാണ് അല്ലെ, എഴുത്തച്ഛനാണ്. അപ്പൊ ഇതിലെ ആദ്യത്തെയും അവസാനത്തെയും നോക്കിയാൽ നിങ്ങൾക്കറിയാം N എന്ന് പറയാം. N. ഓക്കെ, N. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ NS മാധവൻ എന്നതിലേക്ക് കോഡ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഇതൊരു കോഡായിട്ട് പറഞ്ഞൊന്നല്ല. ഇനി അങ്ങനെയെങ്കിലും 2024 ആർക്കാണ് കിട്ടിയതിൽ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പം പറഞ്ഞത്. ഏറ്റവും റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം A ആണ്, പിന്നെ N ആണ്. അപ്പൊ AN. ഓക്കെ, AN മീൻസ് നമുക്ക് N എന്ന് വായിക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, N. ഓക്കെ, അങ്ങനെ ഇവിടുത്തെ N ലേക്ക് വരാം. അങ്ങനെ എഴുത്തച്ഛൻ പുരസ്കാരം ഇപ്പോൾ റീസെന്റ് ആയിട്ട് കിട്ടിയത് NS മാധവനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ക്ലിയർ? ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും ചില ആളുകൾക്ക് സ്ട്രൈക്ക് ആവുക, അതുകൊണ്ട് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ഇപ്പോൾ റീസെന്റ് ആയിട്ട് നേടിയത് 32ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് ലഭിച്ചത്, NS മാധവനാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ വേണമെങ്കിൽ മാത്രം പ്രധാനപ്പെട്ട കുറച്ച് കഥാസമാഹാരങ്ങൾ പറയാം. ഇത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, അത് അവാർഡുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടില്ലെങ്കിലും ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ ചേരുംപടി ചേർക്കാനോ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരും കൃതിയും ശരിയായത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ചിലപ്പോൾ വന്നെങ്കിൽ ആയി എന്നുള്ളതുകൊണ്ട് മാത്രം ഇവിടെ കൊടുത്തു എന്നേ ഉള്ളൂ.
കഥാസമാഹാരങ്ങൾ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളിൽ ഒന്ന് കഥയാണ്, കഥാസമാഹാരങ്ങൾ വരുന്നതാണ്. ഒന്ന് ഹിഗ്വിറ്റ, ഓക്കെ. പിന്നെ ചൂളൈമേടിലെ ശവങ്ങൾ, പിന്നെ തിരുത്ത്, അതൊരു ചെറുകഥയാണ് തിരുത്ത് എന്ന് പറയുന്നത്. പിന്നെ പര്യായ കഥകൾ, പഞ്ചകന്യകകൾ, ഭീമച്ചൻ, ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇത് ഇപ്പൊ പറഞ്ഞ കൃതികൾ എന്താണ്, അദ്ദേഹത്തിന്റെ കഥാസമാഹാരങ്ങളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഹിഗ്വിറ്റ, ചൂളൈമേടിലെ ശവങ്ങൾ, തിരുത്ത്, അതിനൊരു പ്രത്യേകതയുണ്ട്, അത് ചെറുകഥയാണ്. പിന്നെയോ പര്യായ കഥകൾ, പഞ്ചകന്യകകൾ, അതുപോലെ തന്നെ ഭീമച്ചൻ. എന്നാൽ അദ്ദേഹത്തിന്റെ നോവൽ വരുന്നതാണ് ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ, ഓക്കെ. ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നോവലാണ് NS മാധവന്റെ നോവലാണ്. ചിലപ്പോൾ ചോദിച്ചേക്കാം, നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ കഴിഞ്ഞ എക്സാമിനൊക്കെ കണ്ടിട്ടുണ്ട്, മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ആരുടെ കൃതിയാണെന്നൊക്കെ വന്നുകൊണ്ട് തന്നെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ബെന്യാമിൻ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഓക്കെ. അപ്പോൾ അതുപോലെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്നൊക്കെ മണമുള്ള പകലുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ബെന്യാമിനുമായി ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുപോലെ ചോദിച്ചേക്കാം. ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന് പറയുന്ന ഈ ഒരു നോവൽ ആരുടേതാണെന്ന് ചോദിച്ചാൽ NS മാധവനാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ലേഖന സമാഹാരങ്ങളുണ്ട്, അത്ര പ്രധാനപ്പെട്ടതാണോ ചോദിച്ചാൽ അല്ല. പുറം മറുപുറം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ലേഖന സമാഹാരമാണ് പുറം മറുപുറം, ഓക്കെ. അപ്പൊ ഇത്രയാണ് 2024 ലാസ്റ്റ് ആയിട്ട് present ആയിട്ട് കിട്ടിയ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവിനെ കുറിച്ച് പറയാനുള്ളത്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, 2 കാര്യങ്ങൾ, 2 വർഷം കൂടെ മുന്നോട്ടേക്ക് നമുക്ക് പോവാം. 2023 അതായത് 31ാമത് പുരസ്കാരം, 2023 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. SK വസന്തനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, എന്നാലും മറന്നുപോയവരുണ്ടാവും. അപ്പോൾ മനസ്സിലാക്കുക, SK വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അത് 31ാമതാണ്. എന്നാൽ തൊട്ട് ബാക്കിലേക്ക് പോയാൽ 2022 ലഭിച്ച സേതുവിനാണ്. അതൊക്കെ നമ്മൾ അന്ന് പഠിച്ചതാണ്, സേതുവിനാണ്, ഓക്കെ. എഴുത്തച്ഛന് സേതു, ഓക്കെ, സേതുവിനാണ് ലഭിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സേതു എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, സേതു മാധവൻ എന്നുള്ളതാണ് correct അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക, ഓക്കെ. അപ്പൊ 2022 വരുന്നത് 30ാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. അത് ലഭിച്ചത് സേതുവിനാണ്, സേതുമാധവൻ. 2023 SK വസന്തനാണ്. 2024 നമ്മളിപ്പോൾ പഠിച്ച എഴുത്തച്ഛൻ NS മാധവനാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 32ാമത് പുരസ്കാരമാണ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് എന്തല്ല, ഒരു പ്രത്യേക കൃതിക്ക് കൊടുക്കുന്നതല്ല, പകരം ഒരാളുടെ, ഒരു സാഹിത്യകാരന്റെ മുഴുവൻ സമഗ്രമായിട്ടുള്ള എല്ലാത്തിനും പരിഗണിച്ചുകൊണ്ട് സമഗ്ര സംഭാവനയ്ക്കായിട്ടാണ് നമ്മൾ ഈ ഒരു പരമോന്നത ബഹുമതിയായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുന്നത്, ഓക്കെ. പിന്നെ 2020 P വത്സലയാണ്. ഇതൊന്നും ഓർക്കണ്ട, നിങ്ങൾക്ക് ഇതെല്ലാം കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട. 2024 നോക്കുക. ഏറ്റവും നല്ലത് 2024 നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. 32ാമതാണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു, NS മാധവൻ. 2023 കൂടെ തൊട്ട് പിന്നിലുള്ളതും കൂടെ ഒന്ന് നോക്കിക്കോ, അത് 31ാമതാണ്. ആരാണ്? സേതുമാധവനാണ്, സേതുവാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക, ഓക്കെ. സോറി, സേതു അല്ല, SK വസന്തൻ, ഓക്കെ. SK വസന്തനാണ്, SK വസന്തൻ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക, ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടത്. പിന്നെ വരുന്നത് ഞാൻ പറഞ്ഞു 2020 P വത്സലയാണ്. അത് നിർബന്ധമില്ല, നിങ്ങൾ വായിക്കണം നിർബന്ധമില്ല. പക്ഷെ തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് P വത്സലയാണ്, ഓക്കെ. P വത്സലയാണ്. 2020 എഴുത്തച്ഛൻ പുരസ്കാരം അവർക്കാണ് ലഭിച്ചത്. പക്ഷെ തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നത് P വത്സലയാണ്. അവർ മരണപ്പെടുകയുണ്ടായി. അതുകൊണ്ട് ഒരു പക്ഷേ ഇനി അങ്ങനെ ചോദ്യം വരുന്നുണ്ടോ പറയാൻ കഴിയില്ല. 2023 നവംബർ 21-നാണ് അവർ അന്തരിക്കുന്നത്, ഓക്കെ. മരണപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക, ഓക്കെ. അപ്പൊ തിരുനെല്ലിയുടെ കഥാകാരി എന്ന് ചോദിച്ചാൽ നമുക്കറിയണം ആരാണ്? P വത്സലയാണ് എന്നുള്ള കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. നിളയുടെ കഥാകാരൻ ആരാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു, MT വാസുദേവൻ നായരാണ് അല്ലേ. നിളയുടെ കവി ആരാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ പറഞ്ഞു വരുന്ന തിരുനെല്ലിയുടെ കഥാകാരി എന്ന് ചോദിച്ചാൽ P വത്സലയാണ് എന്നുള്ള ഈ ഒരു പോയിന്റ് നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പൊ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എഴുത്തച്ഛൻ പുരസ്കാരത്തിന് സമ്മാനത്തുക 5 ലക്ഷം രൂപയാണ് അല്ലെ. പരമോന്നത ബഹുമതിയായിട്ടാണ് കേരള സർക്കാർ അത് കൊടുക്കുന്നത്, സാഹിത്യ അവാർഡ്, ഓക്കെ. സമഗ്ര സംഭാവനയ്ക്കായിട്ടാണ് നമ്മൾ നൽകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആദ്യമായിട്ട് കൊടുത്തത് 1993 ആദ്യമായി ലഭിച്ചത് ശൂരനാട് കുഞ്ഞമ്പിള്ള അല്ലേ. ശൂരനാട് കുഞ്ഞമ്പിള്ള, ഓക്കെ. ഓക്കെ. പിന്നെ വേണമെങ്കിൽ അതിനൊരു ഷോർട്ട് ഉണ്ട്, എന്താണ്, 3-ാം വയസ്സിൽ കുഞ്ഞിനെ എഴുത്തിനിരുത്തി എന്നൊക്കെ പറയാറുണ്ട്. 3-ാം വയസ്സിൽ കുഞ്ഞിനെ എഴുത്തിനിരുത്തി. അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിക്കുന്നത്, ഓക്കെ, ആദ്യമായി ലഭിക്കുന്നത് 1993 ശൂരനാട് കുഞ്ഞമ്പിള്ളയ്ക്ക്. ആ രീതിയിൽ ഇങ്ങനെ പറയാറുണ്ട്, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. എന്നാൽ ആദ്യമായി ലഭിച്ച വനിത നമ്മൾ പറഞ്ഞു ആരാണ്? ബാലാമണി അമ്മയാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി. 2024 ലഭിച്ചത് NS മാധവനാണ്. അദ്ദേഹത്തിന് 32ാമത് ആയിട്ടാണ് ഈ ഒരു എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിന് ലഭിച്ചതല്ല, 32ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് 2024 NS മാധവന് ലഭിച്ചത്. 31ാമത് 2023 ലഭിച്ചത് SK വസന്തനാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അദ്ദേഹത്തിന് അവരുടെ പ്രധാനപ്പെട്ട NS മാധവന്റെ പ്രധാന കൃതികളൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു നോവലാണ് ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ, ഓക്കെ. പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിച്ചു, എന്താണ്? തിരുനെല്ലിയുടെ കഥാകാരി P വത്സലയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക, ഓക്കെ. അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, ഇനി മറക്കില്ല എന്ന് വിചാരിക്കുന്നു.
ഞാൻ പറഞ്ഞു എഴുത്തച്ഛൻ. ഇപ്പൊ റീസെന്റ് ആയിട്ട് കിട്ടിയത് മാത്രം കോഡ് ചെയ്യാനാണ്. എഴുത്തച്ഛന്റെ എയും അവസാനത്തെ എന്നും കൂടെ എടുത്താൽ എൻ. അപ്പൊ NS മാധവൻ. ആ ഒരു എന്നിലേക്ക് നിങ്ങൾക്ക് കോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അങ്ങനെ നമ്മൾ വള്ളത്തോൾ പുരസ്കാരത്തിലേക്ക് വരുവാണ്. വള്ളത്തോൾ അവാർഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ 1-2 കൊല്ലം മുന്നേ വരെ പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പഠിക്കുന്നത്. കാരണം വള്ളത്തോൾ അവാർഡ് 2019 ശേഷം എന്ത് വന്നിട്ടില്ല, അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടില്ല. അതുകൊണ്ട് ഇതിന് അത്ര പ്രാധാന്യവും ഇല്ല. പക്ഷെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മിസ് ആവാൻ പാടില്ല. ഓക്കെ. അപ്പോൾ വള്ളത്തോൾ പുരസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ കുറച്ച് ഒന്നുകൾ എന്ന് ഓർത്തിരിക്കുക. കുറച്ചധികം ഒന്നുകൾ ഉണ്ടെങ്കിൽ വള്ളത്തോളായി. അതായത് ഒന്നാമത്തെ കാര്യം, വള്ളത്തോൾ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം 1991 ആണ്. അവിടെ ഒന്നുകളുണ്ട് അല്ലെ. 1991 വള്ളത്തോൾ പുരസ്കാരം നൽകി തുടങ്ങിയത്. മീൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, വള്ളത്തോൾ അവാർഡിന്റെ സമ്മാന തുക ഞാൻ പറഞ്ഞു, ഏറ്റവും പരമോന്നത ബഹുമതി 5 ലക്ഷം രൂപ നമ്മൾ പഠിച്ചു. ഇനി വരുന്നതൊക്കെ അതിൽ കുറവായിരിക്കും. അപ്പൊ വള്ളത്തോളിന്റെ പ്രത്യേകത എല്ലാം ഒന്നുകളാണ്. അതായത് 1,11,111 രൂപ. 1,11,111 രൂപയാണ് വള്ളത്തോളിന്റെ പുരസ്കാര തുക വരിക. അപ്പോൾ 1991 കൊടുത്തു തുടങ്ങി 1,11,111 രൂപയാണ് നമുക്ക് അവാർഡ് തുകയായിട്ട് വരുന്നത്, സമ്മാന തുക. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യമായിട്ട് വള്ളത്തോൾ പുരസ്കാരം നേടിയ വ്യക്തി എന്ന് വെച്ചാൽ പാലാ നാരായണൻ നായരാണ്. ഇതേ വർഷം തന്നെ 1991. ഓക്കെ. അപ്പോൾ പ്രഥമ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ പാലാ നാരായണൻ നായരാണ്. ഓക്കെ. അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആദ്യമായിട്ട് ലഭിച്ചത് നമുക്ക് മനസ്സിലായി. എന്നാൽ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിത ആരെന്ന് വെച്ചാൽ ബാലാമണി അമ്മയാണ്. 1993 ലഭിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യമായി ലഭിച്ച പാലാ നാരായണൻ നായരാണ്. എന്നാൽ ബാലാമണി അമ്മയ്ക്കാണ് വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത. വനിത ആരെന്ന് വെച്ചാൽ അത് ബാലാമണി അമ്മയാണ്. ഇവിടെ വർഷം നോക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ 1993 ബാലാമണി അമ്മയ്ക്ക് ആദ്യമായിട്ട് വള്ളത്തോൾ പുരസ്കാരം ലഭിക്കുന്നത്. ആദ്യത്തെ വനിതയാണ് അവർ അല്ലെ. എന്നാൽ ഇതേ വർഷമാണ് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത്. 1993 ഈ 1993 അവിടെ എഴുത്തച്ഛൻ പുരസ്കാരം ശൂരനാട് കുഞ്ഞൻപിള്ള വാങ്ങിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേ വർഷം തന്നെ ബാലാമണി അമ്മ വള്ളത്തോൾ പുരസ്കാരം വാങ്ങിച്ചു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടുന്ന് 2 വർഷം കഴിയുമ്പോഴേക്കും 95 അവർ എന്ത് ചെയ്യുന്നത്, എഴുത്തച്ഛൻ പുരസ്കാരം വാങ്ങിക്കുന്നത്. എന്ന് വെച്ചാൽ ആദ്യത്തെ വനിത, വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിതയും ബാലാമണി അമ്മ തന്നെയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിതയും ആര് തന്നെയാണ്, ഈ പറയുന്ന ബാലാമണി അമ്മയാണ്. ഓക്കെ. 2 വർഷത്തിന്റെ ഗ്യാപ്പ് തന്നെയാണ് അവർക്ക് നേടിയത്. ഇനി കേരളത്തിലെ രണ്ടാമത്തെ ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം. ഓക്കെ. അത് ഈ സമ്മാന തുക ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. 1,11,111 രൂപയാണ് ആ സമ്മാന തുക വെച്ച് നോക്കുമ്പോഴും കേരളത്തിലെ രണ്ടാമത്തെ ഉയർന്ന സാഹിത്യ പുരസ്കാരം തന്നെയാണ് ഈ പറയുന്ന വള്ളത്തോൾ പുരസ്കാരം. അത് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ടാമത് കൊടുത്തത്. ഓക്കെ. നെക്സ്റ്റ്, സമഗ്ര സംഭാവനയ്ക്കാണ് വള്ളത്തോൾ പുരസ്കാരം നൽകുന്നത്. എഴുത്തച്ഛനെ പോലെ തന്നെയാണ് വള്ളത്തോളും. രണ്ടുപേരും എന്ത് തന്നെയാണ്, രണ്ടുപേരുടെ പേരിലുള്ള അവാർഡുകൾ സമഗ്ര സംഭാവനയ്ക്കായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, രണ്ടാമത് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. ശൂരനാട് കുഞ്ഞൻപിള്ള. അപ്പോൾ ആദ്യമായിട്ട് ലഭിക്കുന്നത് ആയിരിക്കാണ് നമ്മൾ പഠിച്ചു, പാലാ നാരായണൻ നായർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാലാ നാരായണൻ നായരാണ്. അത് 91. എന്നാൽ രണ്ടാമത് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. അതിന്റെ കൂടെ തന്നെയാണ് അദ്ദേഹത്തിന് 93 എന്ത് കിട്ടിയത്, അവിടെ പോയിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടി. ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ്, മൂന്നാമത് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ബാലാമണി അമ്മ, വൈക്കം മുഹമ്മദ് ബഷീർ. അവർക്ക് രണ്ടുപേർക്കും കിട്ടിയിട്ടുണ്ട് ഒരേ സമയത്ത് തന്നെയാണ്. അപ്പോൾ 91 ഞാൻ പറഞ്ഞു പാലാ നാരായണൻ നായർ. രണ്ടാമത് വരുന്നത് 92 അത് വരുന്നത് ശൂരനാടിനാണ്. പിന്നെ 93 നമ്മളിപ്പോൾ പറഞ്ഞു ബാലാമണി അമ്മക്ക്. അതേ സമയത്ത് തന്നെ ആർക്കും കിട്ടിയിട്ടുണ്ട്, വൈക്കം മുഹമ്മദ് ബഷീറിനും കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ. പിന്നെ നമുക്ക് കിട്ടിയവരെ ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഏറ്റവും അവസാനമായിട്ട് വന്നത് 2019 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പി സക്കറിയക്കാണ് കേട്ടോ. സക്കറിയക്കാണ്, പോൾ സക്കറിയ. ഓക്കെ. അപ്പൊ 2019 ലഭിച്ചത് സക്കറിയക്കാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതാണ് ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ 18 വേണമെങ്കിൽ നോക്കാം. നമുക്ക് 18 വള്ളത്തോൾ കിട്ടിയിരിക്കുന്നത് എം മുകുന്ദനെയാണ്. എം മുകുന്ദനെയാണ് 18 ലഭിച്ചത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് 17 പ്രഭാവർമ്മയ്ക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ എന്തായാലും ഈ 19 കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. വള്ളത്തോൾ വരാനുള്ള സാധ്യത തീരെ ഇല്ല, കുറവ് തന്നെയാണ്. കാരണം അത്രയും അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടില്ല അതിന് ശേഷം. ഓക്കെ. അപ്പോൾ 2019 ലാസ്റ്റ് വള്ളത്തോൾ കിട്ടിയിരിക്കുന്നത് പോൾ സക്കറിയക്കാണ്. ഓക്കെ. പി സക്കറിയക്കാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. വള്ളത്തോൾ സക്കറിയ. ഓക്കെ. സക്കറിയക്കാണ് ലഭിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ബുദ്ധിമുട്ടില്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? റെഡി ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. വള്ളത്തോൾ പുരസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ഏറ്റവും പരമോന്നതമായ രണ്ടാമത്തെ ബഹുമതിയാണ് വള്ളത്തോൾ പുരസ്കാരം. സമ്മാന തുക 1,11,111 രൂപയാണ് അല്ലെ. 1991 കൊടുത്തു തുടങ്ങിയത്. ആദ്യമായിട്ട് കിട്ടിയത് പാലാ നാരായണൻ നായർക്കാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി.
ഓക്കെ. എന്നാൽ ആദ്യത്തെ വനിത ഇവിടെയും ആരെയാണ്? ബാലാമണി അമ്മയാണ്. 93-ലാണ് ലഭിക്കുന്നത്. എന്നാൽ രണ്ടാമത് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായിട്ടുള്ള ശൂരനാട് കുഞ്ഞമ്പിള്ളയ്ക്കാണ്. മൂന്നാമത് വരുന്നത് ബാലാമണി അമ്മയ്ക്കും അതുപോലെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിനും കൂടിയിട്ടാണ് കിട്ടിയെന്നുള്ള കാര്യം മനസ്സിലാക്കുക. സമഗ്ര സംഭാവനയ്ക്ക് തന്നെയാണ് ഇവിടെയും ഈ ഒരു പുരസ്കാരം കൊടുക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചു അല്ലേ. പിന്നെ നമ്മൾ പഠിച്ചു ഇപ്പൊ റീസെന്റ് ആയിട്ട് വരുന്നത് വെച്ചാൽ 2019-ലാണ് ലാസ്റ്റ് അത് പോൾ സക്കറയ്ക്കാണ് കിട്ടിയത്. 2018 എം മുകുന്ദനാണ് അല്ലേ. ഇനി 17 വേണമെങ്കിൽ ആർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അത്രയാണ് വള്ളത്തോൾ പുരസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം. നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് പഠിക്കാനായിട്ട് പറ്റും. സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ആരാണ്? NS മാധവനാണ് അല്ലേ. ഓക്കെ. അടുത്ത ഒരു അവാർഡിലേക്ക് വരാം. വയലാർ അവാർഡാണ്. വയലാർ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് എഴുത്തച്ഛൻ അല്ലെങ്കിൽ വയലാർ ഇവരെ രണ്ടുപേരുമാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കണ്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വയലാർ അവാർഡ് ആർക്കാണ് ലഭിച്ചത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് വരുന്നത് നോക്കിയതാ. ഒന്ന്, വയലാർ അവാർഡ് ഏർപ്പെടുത്തിയത് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ആണ്. ഓക്കെ. അത് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ആണ് ഈ പറയുന്ന വയലാർ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വയലാർ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം വരുന്നത് 1997-ലാണ്. സമ്മാനത്തുക 1 ലക്ഷം രൂപയാണ് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ വള്ളത്തോളിനേക്കാൾ കുറച്ച് പൈസ കുറഞ്ഞു. 1 ലക്ഷം രൂപയാണ് വയലാർ അവാർഡായിട്ട് സമ്മാനത്തുക വരുന്നത്. കൊടുത്തു തുടങ്ങിയത് അല്ലെങ്കിൽ ഏർപ്പെടുത്തിയ വർഷം 1977-ആണ്. 77. ഇനി നമ്മൾ പറയുമ്പോഴൊക്കെ ആദ്യം കിട്ടിയ ആരാണെന്ന് പറയാറുണ്ട്. അപ്പൊ ആദ്യത്തെ പ്രഥമ വയലാർ അവാർഡ് ജേതാവ് എന്ന് പറയുന്നത് 1977-ലെ ലളിതാംബിക അന്തർജനമാണ്. വയലാർ അവാർഡ് ഒരു പ്രത്യേക കൃതികൾക്ക് തന്നെയാണ് കൊടുക്കുക. അതായത് സമഗ്ര സംഭാവനയല്ല, പകരം ഒരു നിശ്ചിതമായിട്ടുള്ള ഏതെങ്കിലും ഒരു കൃതിക്ക് തന്നെയായിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പൊ ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്കാണ് 1997-ൽ എന്ത് കിട്ടിയത്? ഈ പറയുന്ന വയലാർ അവാർഡ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്നാൽ രണ്ടാമതായിട്ട് വയലാർ അവാർഡ് ലഭിച്ചത് PK ബാലകൃഷ്ണനാണ്. 78-ലാണ്. ഓക്കെ. PK ബാലകൃഷ്ണൻ. അതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിക്കാണ് എന്ത് കിട്ടിയത്? രണ്ടാമത്തെ വയലാർ അവാർഡ് 1978-ലെ PK ബാലകൃഷ്ണന് കിട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇവിടെ എന്തുകൊണ്ട് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് ചോദിച്ചാൽ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. അങ്ങനെ പഠിച്ചിട്ടാണ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നീട് അങ്ങോട്ട് ഉറങ്ങാം. ഓക്കെ. സുഖമായിട്ട് ഉറങ്ങാം. ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് ഇപ്പൊ തണുപ്പൊക്കെ സഹിച്ച് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ച് പഠിക്കുക. രണ്ടാമത്തെ വയലാർ അവാർഡ് ലഭിച്ചത് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിയുടെ കർത്താവായിട്ടുള്ള PK ബാലകൃഷ്ണനാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 1978. നമുക്ക് വേണ്ടത് അതൊന്നുമല്ല. ഏറ്റവും പ്രാധാന്യം ഇപ്പൊ റീസെന്റ് ആർക്ക് കിട്ടി അല്ലെ? 2024-ലാണ് കിട്ടിയതാണ് വേണ്ടത്. 2024-ലെ വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അശോകൻ ചെരുവിലാണ്. അശോകൻ ചെരുവിൽ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരനാണ്. അതിന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2024-ലെ വയലാർ അവാർഡ് എന്ന് പറയുമ്പോൾ അത് വരുന്നത് ഇതിന്റെ നേരെ ഡബിൾ എടുക്കുക. 48ാമത് വയലാർ അവാർഡാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ 2024 വന്നത് 48ാമത് വയലാർ അവാർഡാണ്. എന്നാൽ എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് 2024-ലെത്തത് 32ാമത് പുരസ്കാരമാണ്. ക്ലിയർ? 32ാമത് പുരസ്കാരമാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരാൻ പാടില്ല. ഓക്കെ. ഏത് വർഷമാണ് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം 2024-ലെത്തുന്ന 32ാമത് പുരസ്കാരമാണ്. ഇത് 1977-ൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇപ്പൊ 48ാമത്തെ പുരസ്കാരമാണ് 2024 സമ്മാനിച്ചിരിക്കുന്നത്. അത് കൊടുത്തിരിക്കുന്നത് അശോകൻ ചെരുവിൽ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരനാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതിയുടെ പേര് മനസ്സിലാക്കുക. കാട്ടൂർ കടവ് എന്ന് പറയുന്ന നോവലിനാണ് കൊടുത്തത്. ഓക്കെ. കാട്ടൂർ കടവ് എന്ന് പറയുന്ന നോവലാണ്. അഗ്നിസാക്ഷി നോവൽ തന്നെയാണ്. അപ്പൊ കാട്ടൂർ കടവ് എന്ന് പറയുന്ന നോവലിനാണ് അശോകൻ ചെരുവിലിന് 2024 48ാമത് അവാർഡ് വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെ കണക്ട് ചെയ്യാനുള്ള ഒരു കോഡായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. വയലാണല്ലോ, വയലാർ അവാർഡാണ്. അപ്പൊ വയലിൻ ചെരുവിൽ നിന്ന് ഓർത്താൽ മതി. നിങ്ങൾ വയൽ ചെരുവ് എന്നൊക്കെ പറയാറില്ലേ? ചെരുവ്. ഓക്കെ. കുന്നിൻ ചെരുവ് എന്നൊക്കെ പറയുന്ന പോലെ വയലിൻ ചെരുവ്, വയലിന്റെ ചെരുവ്. ഓക്കെ. വയലിൻ ചെരുവ് അല്ലെങ്കിൽ ചെരുവ് എന്നൊക്കെ നിങ്ങൾ ഓർത്താൽ എന്ത്? ചെരുവ് അല്ലെ? ചെരുവാണല്ലേ? ചെരുവ്. ഓക്കെ. വയലിൻ ചെരുവ്. ആ രീതിയിൽ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വയലാർ അവാർഡ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അശോകൻ ചെരുവിലാണ്. അശോകൻ ചെരുവിൽ. അപ്പൊ വയലിൻ ചെരുവ് എന്ന് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇത് കണക്ട് ആവും. ഞാൻ ഉറപ്പിക്കാം നിങ്ങൾക്ക് ഇത് മറക്കില്ല. നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. വയലിൻ ചെരുവ് എന്നുള്ള ഒരു വേർഡ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അത് ഓർക്കണം. 2024-ലാണ് അല്ലെങ്കിൽ 48ാമത് പുരസ്കാരമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി അശോകൻ ചെരുവിലിന്റെ പ്രധാനപ്പെട്ട കുറച്ചധികം കൃതികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പഠിക്കുക എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. വെറുതെ ഒന്ന് വായിച്ചു വിട്ടാൽ മാത്രം മതി. ഒരു പച്ച സ്ട്രൈക്ക് ആയാൽ എന്ത് ചെയ്യാൻ പാടില്ല? നമുക്കത് നഷ്ടപ്പെടാൻ പാടില്ല. സൂര്യകാന്തികളുടെ നഗരം, പരിചിത ഗന്ധങ്ങൾ, ഒരു രാത്രിക്ക് ഒരു പകൽ, അതുപോലെ മരിച്ചവരുടെ കടൽ, കഥകളിലെ വീട്, ദൈവവിശ്വാസത്തെക്കുറിച്ച് ഒരു ലഘുപന്യാസം, ചിമ്മിനി വെളിച്ചത്തിൽ പ്രകാശിക്കുന്ന ലോകം, കങ്കാരു നൃത്തം, അശോകൻ ചെരുവിലിന്റെ കഥകൾ,
ക്ലർക്കുമാരുടെ ജീവിതം, കാട്ടൂർ കടവിലെ ക്രൂരകൃത്യം, അല്ലെ? പിന്നെയോ ചതുരവും സ്ത്രീകളും, ജലജീവിതം, തെരഞ്ഞെടുത്ത കഥകൾ, കടൽക്കരയിലെ വീട്, ആമസോൺ, കൽപ്പണിക്കാരൻ, പിന്നെ കറപ്പൻ. ഓക്കെ, ഇത്രയും കൃതികൾ, ഇതൊക്കെ അശോകൻ ചെരുവിൽ രചിച്ച കൃതികളാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇതെല്ലാം പഠിക്കുക എന്ന് വെച്ചാൽ നമുക്ക് നടക്കുന്ന കാര്യമില്ല. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ അവാർഡ്, വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് കാട്ടൂർ കടവ് എന്ന് പറയുന്ന നോവലിനാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ചെരുവിലിന്റെ കാട്ടൂർ കടവ്. അപ്പോൾ വയലൻ ചെരുവിൽ എന്ന് ഓർത്താൽ വയലാർ അവാർഡ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അശോകൻ ചെരുവിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാൻ പറ്റും. പിന്നെ അതിന്റെ റീസൺ ആയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ, പിന്നെ 2019 ലഭിച്ചിരിക്കുന്നത്, അതിന് നമുക്ക് താഴെ അങ്ങോട്ട് വരാം, ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ ഇങ്ങോട്ട് വരാം. എന്നാൽ 47ാമത് വയലാർ അവാർഡ് 2023 ലഭിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിക്കാണ് കേട്ടോ. ശ്രീകുമാരൻ തമ്പിന്റെ കൃതി നിങ്ങൾക്കറിയാം, ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന ആത്മകഥയാണ് അദ്ദേഹത്തിന്റെ. ആ ആത്മകഥയ്ക്കാണ് എന്ത് കിട്ടിയത്? 2023 വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ആർക്ക്? ശ്രീകുമാരൻ തമ്പിക്ക്. ഓക്കെ, ശ്രീകുമാരൻ തമ്പിക്കാണ് ലഭിച്ചത് 47ാമത് വയലാർ അവാർഡ്. ഇപ്പൊ വരുന്നിരിക്കുന്നത് 48ാമതാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്നുള്ള കാര്യം. ഓക്കെ, നെക്സ്റ്റ് 22 അത് 46ാമത്തെ അവാർഡാണല്ലോ, 46ാമത് അവാർഡാണ്. അത് 2022 ആ ഒരു അവാർഡ് ലഭിച്ച എസ് ഹരീഷിനാണ്. മീശ എന്ന് പറയുന്ന കൃതിക്കാണ്. ഇത് അത്രയും പ്രധാനപ്പെട്ട കൃതിയാണ് മീശ. അപ്പൊ അദ്ദേഹത്തിന് മീശ എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചിരുന്നത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. പിന്നെ ഹരീഷിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. രസവിദ്യയുടെ ചരിത്രം, ആദം, അപ്പൻ, ആഗസ്റ്റ് 17. അപ്പനൊക്കെ നിങ്ങൾ മറ്റേ സിനിമ ഒക്കെ കണ്ടവരായിരിക്കും. അപ്പൊ ആഗസ്റ്റ് 17 ഇങ്ങനത്തെ കൃതികളൊക്കെയാണ് എസ് ഹരീഷിന് വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മീശ. ഓക്കെ, അപ്പൊ അത് 2022 എസ് ഹരീഷിന് ലഭിച്ചിരിക്കുന്നത്. 2023 ഇപ്പൊ കഴിഞ്ഞ തവണ കിട്ടിയ ശ്രീകുമാരൻ തമ്പിക്കാണ് ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന ആത്മകഥയ്ക്കാണ് കിട്ടിയത് 47ാമത് വയലാർ അവാർഡ്. എന്നാൽ 48ാമത് വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് നമ്മളിപ്പോ പറഞ്ഞ അശോകൻ ചെരുവിലാണ്. ഇത്തിരി പറഞ്ഞ സ്ഥിതിക്ക് 2021 വയലാർ അവാർഡ് ജേതാവ് ബെന്യാമിനാണ്. അപ്പൊ ഇതൊന്നും ചോദിക്കില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ കൃതികളൊന്നും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ ബെന്യാമിൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നോവലാണ്, കൃതിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ബെന്യാമിന്റെ കൃതിയാണ്. അതിനാണ് 2021 വയലാർ അവാർഡ് ലഭിച്ചത്. പ്രധാനപ്പെട്ട മറ്റു കൃതികൾ, ഒന്ന് ആടുജീവിതം, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആടുജീവിതം. നെക്സ്റ്റ് മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്. പിന്നെയോ അക്കപ്പോരിന്റെ 20 നസ്രാണി വർഷങ്ങൾ, മുല്ലപ്പൂ നിറമുള്ള പകലുകളാണ്. ഞാൻ ആദ്യം മുല്ലപ്പൂ മണമുള്ള പകൽ എന്ന് പറഞ്ഞു പോയിനോ എന്ന് അറിയില്ല. ഓക്കെ, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ ആരുടേതാണ്? ജാസ്മിൻ ഡെയ്സി. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ജാസ്മിൻ ഡെയ്സി എന്ന് പറയുന്നത് ഈ മുല്ലപ്പൂ നിറമുള്ള പകലുകളുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ്. അതിന് JCB അവാർഡ് കിട്ടിയിട്ടുണ്ട് 2018 ആദ്യത്തെ അവാർഡാണ്. അത് നമുക്ക് അന്നേരം പറയാം. ഓക്കെ, അപ്പൊ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, പിന്നെ മരീചിക, യുത്തനേസിയ, EMS-ഉം പെൺകുട്ടിയും, പെൺമാറാട്ടം. ഓക്കെ, അപ്പൊ ഇത്രയും കൃതികളൊക്കെ ആരുതാണ്? ബെന്യാമിന്റെയാണ്. അപ്പൊ ഇത് മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ആടുജീവിതം ഇമ്പോർട്ടന്റ് ആണ്. മഞ്ഞവെയിൽ മരണങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെ മുല്ലപ്പൂ നിറമുള്ള പകൽ, അതാണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. ബാക്കിയൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ബെന്യാമിനുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ വയലാർ അവാർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ വയലാർ അവാർഡിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കി എന്താണ്? വയലാർ അവാർഡ് കൊടുക്കുന്നത് വയലാർ ട്രസ്റ്റ് തന്നെയാണ്, രാമവർമ്മ ട്രസ്റ്റ് ആണ്. ഏർപ്പെടുത്തിയ വർഷം 1977 1 ലക്ഷം രൂപ സമ്മാനത്തുകയാണ് ആദ്യമായി ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനാണ്. അവരുടെ അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്കാണ് ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്, അല്ലെ? പിന്നെന്താണ്? അത് കഴിഞ്ഞാൽ പിന്നീട് കിട്ടുന്ന രണ്ടാമതായിട്ട് കിട്ടുന്നതാണ് ആർക്ക്? നമ്മുടെ PK ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സാഹിത്യകാരന് 78 അദ്ദേഹത്തിന്റെ കൃതി ഇനി ഞാൻ ഉറങ്ങട്ടെ, അല്ലെ? ഇനി ഞാൻ ഉറങ്ങട്ടെ, ഭയങ്കര ക്ഷീണം, ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നൊക്കെ പറയുന്ന പോലെയാണ്. നെക്സ്റ്റ് 24 ലഭിച്ചത് അശോകൻ ചെരുവിലാണ്, കാട്ടൂർ കടവ് എന്ന് പറയുന്ന നോവല്. 23 ഇതിന് തൊട്ട് മുന്നേ കിട്ടിയതായിരിക്കാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് ജീവിതം ഒരു പെൻഡുലം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. അപ്പൊ ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോ നമ്മുടെ വയലാർ അവാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ വയലിൻ ചെരുവിൽ എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് വയലാർ അവാർഡ് കിട്ടും. ഇനി നമ്മൾ പോകുന്നത് ഓടക്കുഴൽ പുരസ്കാരത്തിലേക്കാണ്. ഇതുവരെയുള്ള ആദ്യത്തെ 3 അതായത് പ്രത്യേകിച്ച് അതിലെ 2 എഴുത്തച്ഛൻ പുരസ്കാരവും വയലാറും നിങ്ങൾ ഏറ്റവും സൂക്ഷ്മമായിട്ട് വായിച്ചു പഠിക്കുക, മനസ്സിലാക്കി വെക്കണം. ഓക്കെ, എന്നിട്ട് ബാക്കിയൊക്കെ പറ്റുമെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓടക്കുഴൽ അവാർഡാണ് കേട്ടോ. ഓടക്കുഴൽ പുരസ്കാരമാണ്. ഓടക്കുഴൽ പുരസ്കാരം കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓടക്കുഴൽ പുരസ്കാരം, ഓടക്കുഴൽ എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ്. ഗുരുവായൂരപ്പൻ, ആ പേര് തന്നെ ഉണ്ടല്ലോ, ഗുരുവായൂർ ഓടക്കുഴൽ. ഓക്കെ, കൃഷ്ണനുമായി ബന്ധപ്പെട്ട, വിശ്വാസപരമായിട്ട് കൃഷ്ണനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഈ ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് G. ശങ്കരകുറുപ്പാണ്.
ഓക്കെ, ജി ശങ്കരക്കുറുപ്പാണ് ഈ പറയുന്ന ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത്. അതിന്റെ പുരസ്കാരം ഇപ്പം നിലവിൽ നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാര ജേതാവാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഓക്കെ, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് ശരിക്കും ആദ്യത്തെ നമ്മുടെ ഈ പറയുന്ന ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. പ്രഥമ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. 1969 വർഷം കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോയി. ഓടക്കുഴൽ പുരസ്കാരത്തിന് സമ്മാന തുക 30,000 ആണ്, 30,000 രൂപയാണ്. മനസ്സിലായില്ലേ? ഓക്കെ, വയലാർ അവാർഡ് 1,00,000 രൂപയിൽ എത്തി. അപ്പോൾ അതിലേക്കാൾ കുറവാണ് ഈ പറയുന്ന ഓടക്കുഴൽ പുരസ്കാരം. ഓടക്കുഴൽ പുരസ്കാര ജേതാക്കളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അതിൽ ജേതാക്കളെ കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യം ഇപ്പം നിലവിലെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കണം. അതിന്റെ കൂടെ തന്നെ ഇതിന് മുന്നേ കിട്ടിയ ആളുകളെ കുറിച്ചൊക്കെ പറയണം. അപ്പോൾ 2024 അതായത് ഇപ്പൊ വന്നത്, ഓക്കെ, റീസെന്റ് ആയിട്ട് സോറി 2024 അല്ല 2023 കേട്ടോ റീസെന്റ് ആയിട്ട് വന്ന ഓടക്കുഴൽ പുരസ്കാരം. അപ്പൊ 2023 വന്നിരിക്കുന്നത് 53ാമത് ഓടക്കുഴൽ പുരസ്കാരമാണ്. 53rd ആണ്. 53ാമത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് PN ഗോപി കൃഷ്ണനാണ്. PN ഗോപി കൃഷ്ണൻ. അദ്ദേഹത്തിന്റെ കവിത മാംസഭോജിയാണ് എന്ന കാവ്യ സമാഹാരത്തിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന കാവ്യ സമാഹാരത്തിനാണ് 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ആർക്ക് ലഭിച്ചത്? PN ഗോപി കൃഷ്ണൻ. അപ്പൊ നിങ്ങൾക്ക് എന്നാ മനസ്സിലാവും, ഓടക്കുഴൽ എന്ന് പറയുമ്പോൾ അല്ലെ, ഓടക്കുഴൽ നിങ്ങൾക്കറിയാം ഇങ്ങനെ പിടിച്ചൊരു സാധനല്ലേ ഓടക്കുഴൽ. അത് ആരുടെ കയ്യിലാണ് ഉണ്ടാവുക? വിശ്വാസപ്രകാരം അല്ലെ, സ്റ്റോറി പ്രകാരം ശ്രീകൃഷ്ണന്റെ കയ്യിലാണ് ഉണ്ടാവുക. ആ കൃഷ്ണൻ ഇങ്ങോട്ട് കണക്ട് ചെയ്തെടുത്താൽ മതി. ഓടക്കുഴൽ ആരുടേതാണ്? കൃഷ്ണന്റേതാണ്, കൃഷ്ണന്റെ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് 2023 ഓടക്കുഴൽ പുരസ്കാരം ആർക്കാണ്? PN ഗോപി കൃഷ്ണനാണ് ലഭിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. PN ഗോപി കൃഷ്ണൻ. ക്ലിയർ? എന്നാൽ 2022 52ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അംബികാസുധൻ മാങ്ങാടിനാണ്. അംബികാസുധൻ മാങ്ങാടിന്റെ പ്രാണവായു എന്ന് പറയുന്ന കൃതിക്കാണ്. പ്രാണവായു. ഇത് വരുന്നത് PN ഗോപികൃഷ്ണന്റെ കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന ഒരു കാവ്യ സമാഹാരത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ മനസ്സിലാക്കുക, ഓരോ വർഷവും മലയാളത്തിലെ മികച്ച സാഹിത്യ കൃതിക്കാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത്. ഓക്കെ, മികച്ച സാഹിത്യ കൃതി ഏതാണോ അതിനാണ് ഇവർ ഈ ഒരു അവാർഡ് ലഭ്യമാക്കുന്നത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. പിന്നെ 21 സാറാ ജോസഫിന്റെ ബുദ്ധിനി എന്ന് പറയുന്ന കൃതിക്കാണെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതൊന്നും അത്ര പ്രാധാന്യപ്പെട്ടതല്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 1-2 മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, 2021 സാറാ ജോസഫിന്റെ ബുദ്ധിനി ഈ ബുദ്ധിനി സാറാ ജോസഫിന്റെ ആണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഓടക്കുഴൽ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഏർപ്പെടുത്തിയത്. ജി ശങ്കരക്കുറുപ്പാണ് അത് എന്ത് ചെയ്തത്, ആ അവാർഡ് ഏർപ്പെടുത്തിയിരുന്നത്. ഓക്കെ, ആദ്യമായി ലഭിച്ചത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ്. 1969 സമ്മാനത്തുക 30,000 രൂപ. ഓടക്കുഴൽ പുരസ്കാര ജേതാവ് 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത്. PN ഗോപി കൃഷ്ണൻ. ആരാണ്? PN ഗോപി കൃഷ്ണനാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന ഒരു കാവ്യ സമാഹാരത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. പിന്നീട് 2022 വരുമ്പോൾ ആരാണ്? സാറാ ജോസഫിന്റെ ബുദ്ധിനി എന്ന് പറയുന്ന കൃതിക്കാണ്. സാറാ ജോസഫിന്റെ ബുദ്ധിനി എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു 2 പോയിന്റ് ഉള്ളത്. പ്രഥമ ഓടക്കുഴൽ അവാർഡ് ലഭിച്ച വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ കൃതിയാണ് തുളസീദാസ രാമായണം. അതൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. ഓടക്കുഴൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തുളസിയെ ഓർത്താൽ മതി. അപ്പൊ തുളസീദാസ രാമായണം, അത് മലയാളം തർജ്ജമയാണ്. തുളസീദാസ രാമായണം. അപ്പൊ അതിനാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് ആദ്യത്തെ ഓടക്കുഴൽ ലഭിച്ചത്. നെക്സ്റ്റ്, ഓടക്കുഴൽ പുരസ്കാരം നേടിയ പ്രഥമ വനിത ലളിതാംബിക അന്തർജനമാണ്. ഇവിടെയും നേരത്തെ വയലാർ പറഞ്ഞ പോലെ തന്നെയാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചതും ആദ്യമായിട്ട് ആർക്ക് തന്നെയാണ്? അന്തർജനത്തിന് തന്നെയാണ്. ലളിതാംബിക അന്തർജനത്തിനാണ് ലഭിച്ചത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഇത്രയാണ് നമ്മുടെ ഓടക്കുഴൽ അവാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് വരാം. പത്മപ്രഭ പുരസ്കാരം. പത്മപ്രഭ പുരസ്കാരം, ഇത് നിങ്ങൾക്ക് ഇതിന്റെ ഹിസ്റ്ററി ഒക്കെ അറിയുന്നവരാണ്. പത്മപ്രഭ പുരസ്കാരം എന്ന് പറയുന്നത് എന്താണ്? ആധുനിക വയനാടിന്റെ ശില്പികളിൽ പ്രമുഖനായിട്ടുള്ള ഒരാളാണ് MK പത്മപ്രഭ ഗൗഡർ. അപ്പൊ ഈ MK പത്മപ്രഭ ഗൗഡരുടെ പേരിൽ ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരമാണ് പത്മപ്രഭ പുരസ്കാരം. 75,000 രൂപയും പത്മരാഗ കല്ല് പതിച്ച ഫലകവുമാണ്, പ്രശസ്തി പത്രമൊക്കെയാണ് ഇതിന്റെ സമ്മാനം അല്ലെങ്കിൽ പുരസ്കാരം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇവിടെ 75,000 രൂപയാണ് സമ്മാന തുക. ഓക്കെ, 75,000 രൂപയാണ് സമ്മാന തുക എന്നുള്ള മനസ്സിലാക്കുക. പത്മപ്രഭ പുരസ്കാരമാണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് 2024 ലഭിച്ചിരിക്കുന്നത് റഫീഖ് അഹമ്മദിനാണ് കേട്ടോ. 2024 25ാമത് പത്മപ്രഭ പുരസ്കാരമാണ്. അതിനൊരു കോഡ് കാണിച്ചു തരാം. പത്മപ്രഭയാണല്ലോ അല്ലെ, പത്മ എന്ന് പറയുമ്പോൾ അവിടെ ഒരു P ഉണ്ട്. പത്മ പിന്നെ അടുത്തത് ഒരു P തന്നെയാണ്, പ്രഭ, പത്മപ്രഭ. അപ്പൊ രണ്ടിന്റെ P എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലായി PP.
ഓക്കെ. ഇനി അത് 2024 ലഭിച്ചിരിക്കുന്ന ആർക്കാണ് നോക്കിയേ, റഫീഖ് അഹമ്മദിനാണ്. റഫീഖ് അഹമ്മദ്. ഇവിടുത്തെ ഫസ്റ്റ് പേരിങ് എടുക്കുക റഫീഖ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണം പറയാം, റഫീഖ് PP. നിങ്ങളിങ്ങനെ തുളസി PP എന്നൊക്കെ പറയുന്ന പോലെ തന്നെ റഫീഖ് PP എന്ന് കൊടുത്തിരുന്നാൽ മാത്രം മതി. റഫീഖ് PP എന്ന് വെച്ചാൽ അറിയാം എന്താണ്, ഈ പറയുന്ന റഫീഖ് അഹമ്മദ് എന്ന് പറയുന്ന പിന്നെ സാഹിത്യകാരനെയാണ് സാഹിത്യകാരൻ എന്ന് വെച്ചാൽ റഫീഖ് അഹമ്മദിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതായിരിക്കും അല്ലെ. ഒരുപാട് ഗാന രചനകളൊക്കെ നടത്തിയ ആളാണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റഫീഖ് PP എന്ന് പറയുന്ന ഈ ഒരു കോഡ് നിങ്ങൾ ഓർത്ത് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ വളരെ എളുപ്പത്തിൽ ഈ പറയുന്ന പത്മപ്രഭ പുരസ്കാരം ജേതാവ് 2024 ആരാണെന്ന് പറയാൻ പറ്റും. റഫീഖ് PP എന്ന് വെച്ചാൽ അറിയാലോ, PP means PP stand for പത്മപ്രഭ. റഫീഖ് stand for റഫീഖ് അഹമ്മദ്. എന്നാൽ 24ാമത്തെ പത്മപ്രഭ പുരസ്കാരം 2023 ലഭിച്ചത്. അത് ആർക്കാണെന്ന് വെച്ചാൽ സുഭാഷ് ചന്ദ്രനാണ്. സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. ഓക്കെ. അപ്പോൾ സുഭാഷ് ചന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട എഴുത്താണ് ഒന്ന് മനുഷ്യന് ഒരു ആമുഖം. ഓക്കെ. അവാർഡൊക്കെ കിട്ടിയ, സാഹിത്യ അവാർഡൊക്കെ കിട്ടിയ കൃതിയാണ് മനുഷ്യന് ഒരു ആമുഖം. പിന്നെ സമുദ്രശില, ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്നിങ്ങനെയുള്ള കൃതികളൊക്കെ ആരുടേതാണ്, ഈ പറയുന്ന നമ്മുടെ സുഭാഷ് ചന്ദ്രന്റെ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ 2023 സുഭാഷ് ചന്ദ്രനാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പത്മപ്രഭ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ഉണ്ണികൃഷ്ണൻ പുത്തൂർ എന്ന് പറയുന്ന ആൾക്കാണ്. അതും ഒരു കൃഷ്ണൻ തന്നെയാണ്. ആദ്യത്തതും കൃഷ്ണൻ തന്നെയാണ്. ഓക്കെ. 1996 ഇപ്പൊ നിലവിൽ 2024 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് റഫീഖ് PP, അതായത് പത്മപ്രഭ പുരസ്കാരം റഫീഖ് അഹമ്മദിനാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇത്രയാണ് പത്മപ്രഭ പുരസ്കാരം എന്ന് പറയുന്നത്. പിന്നെ റഫീഖ് അഹമ്മദിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്വപ്നവാങ്മൂലം, ആൽമറ, അതിന് കേരള സാഹിത്യ അവാർഡൊക്കെ ലഭിച്ചാണ്. നെക്സ്റ്റ് ചീട്ടകളിക്കാർ, പിന്നെ ശിവഗാമി, ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ, അഴുക്കില്ലം, തോരാമഴ, അമ്മത്തൊട്ട്. അതിൽ അഴുക്കില്ലം എന്ന് പറയുന്നത് തന്നെയാണ് നോവലാണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. അഴുക്കില്ലം മീൻസ് അതൊരു നോവലാണ്. ഓക്കെ. റെഡിയായെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് നമ്മുടെ ഇപ്പൊ പറഞ്ഞ പത്മപ്രഭ പുരസ്കാരം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നെക്സ്റ്റ് ഹരിവരാസനം പുരസ്കാരമാണ്. ഇനി അങ്ങോട്ട് കഴിഞ്ഞു. ഇനി അത്രയേ ഉള്ളൂ, പെട്ടെന്ന് തീരും. ഹരിവരാസനം പുരസ്കാരം എന്ന് വെച്ചാൽ കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഹരിവരാസനം പുരസ്കാരം. ആ പോയിന്റ് മനസ്സിലാക്കുക. കേരള സർക്കാരും ഉണ്ട്, അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഉണ്ട്. അവര് സംയുക്തമായിട്ട് നടപ്പിലാക്കിയ അല്ലെങ്കിൽ അവര് സംയുക്തമായിട്ട് ഏർപ്പെടുത്തിയ ഒരു പുരസ്കാരമാണ് ഈ പറയുന്ന ഹരിവരാസനം പുരസ്കാരം. അതിന് കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഹരിവരാസനം പുരസ്കാരം 2025, അതായത് ഇപ്പൊ റീസെന്റ് ആയിട്ട് 2025 തന്നെ കൊടുത്തു. നമ്മൾ 2024 വരെ ഇല്ലാന്ന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്നാൽ 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കൈതപ്രത്തിനാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. മനസ്സിലായില്ലേ? 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് PK വീരമണിദാസനാണ്. PK വീരമണിദാസൻ തമിഴ് ഗായകനാണ്. അപ്പൊ PK വീരമണിദാസൻ എന്ന് പറയുന്ന ആൾക്കാണ് എന്ത് കിട്ടിയത്, 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. പിന്നെ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ, 2023 പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ നമ്പിക്കാണ്. 2023 ഹരിവരാസനം ലഭിച്ചത്. ഓക്കെ. അപ്പൊ ഇപ്പൊ റീസെന്റ് 2025 വന്നത്. 2025 വന്നത് നമ്മുടെ കൈതപ്രത്തിനാണ്. 24 വന്നത് ആരാണ്, PK വീരമണിദാസനാണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച JCB അവാർഡിലേക്കാണ് വരുന്നത്. JCB സാഹിത്യ പുരസ്കാരം. ഈ JCB സാഹിത്യ പുരസ്കാരം എന്ന് പറയുന്നത് അതിന്റെ ഒരു ബേസ് മനസ്സിലാക്കി വെക്കുക. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ എഴുത്തുകാർക്ക് കൊടുക്കുന്നതാണ്. കേരള സർക്കാർ ഏർപ്പെടുത്തിയ അവാർഡല്ല, ഇന്ത്യയിലെ എഴുത്തുകാർക്കാണ് നമ്മൾ ഈ JCB അവാർഡ് കൊടുക്കുന്നത്. അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ഇംഗ്ലീഷിൽ പ്രവർത്തിക്കുന്ന എഴുത്തുകാരനാണെങ്കിൽ അവർക്ക് അതിൽ അപേക്ഷിക്കാം. അല്ലെങ്കിൽ ആരാണ് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത പുസ്തകം ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന JCB അവാർഡിലേക്ക് പരിഗണിക്കപ്പെടുന്നതാണ്. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കിയേ, സാഹിത്യത്തിനുള്ള JCB സമ്മാനം 2018 സ്ഥാപിതമായ ഒരു ഇന്ത്യൻ സാഹിത്യ അവാർഡാണ്. ഇംഗ്ലീഷിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ എഴുത്തുകാരന്റെ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ എഴുത്തുകാരൻ വിവർത്തനം ചെയ്തതോ ആയ കൃതിക്ക് അവാർഡ് നൽകുന്നതാണ് പറഞ്ഞത്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇന്ത്യയിലല്ല അതുകൊണ്ട് തന്നെയാണ്. അതിന്റെ സമ്മാന തുക 25 ലക്ഷം രൂപയാണ് വരിക. JCB പുരസ്കാരത്തിന്റെ സമ്മാന തുക 25 ലക്ഷം രൂപയാണ് വരിക. അതിന്റെ കൂടെ തന്നെ അതിനെ വിവർത്തനം ചെയ്യുന്നവരാണെങ്കിൽ, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് 10 ലക്ഷം രൂപയും ലഭിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ബെന്യാമിന്റെ മുല്ലപ്പൂ മണമുള്ള പകലുകൾ എന്ന് വെച്ച് നിങ്ങൾ ഒരു ബുക്ക് പഠിച്ചു, മുല്ലപ്പൂ. അപ്പൊ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് ജാസ്മിൻ ഡേയ്സ് എന്ന് പറയാം നമ്മൾ, ജാസ്മിൻ ഡേയ്സ്. ഈ പുസ്തകമാണ് ഈ പറയുന്ന JCB സാഹിത്യ പുരസ്കാരം മുന്നേ കിട്ടിയത് 2018 ലഭിച്ചത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക.
ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും മൂല്യവത്തായ സാഹിത്യ സമ്മാനമാണ് ഈ പറയുന്ന എന്താണ് നമ്മുടെ JCB സാഹിത്യ പുരസ്കാരം. കാരണം അത്രയും പേയ്മെന്റ് ഉണ്ട് ഇതിന്. മറ്റേത് 5 ലക്ഷമേ ഉള്ളൂ എഴുത്തച്ഛൻ, ഇവിടെ വരുമ്പോഴേക്ക് 25 ലക്ഷമായി സമ്മാന തുക. അപ്പൊ അത്രയും മൂല്യവത്തായ സാഹിത്യ സമ്മാനമാണ്. അതുപോലെ ആദ്യമായി നൽകി തുടങ്ങിയത് 2018-ലാണ്. അതാ ഞാൻ പറഞ്ഞത് ആദ്യത്തെ JCB പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണ്? ബെന്യാമിനാണ്. ബെന്യാമിനാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, എന്നാൽ അത് വിവർത്തനം ചെയ്ത ഒരാളും കൂടി ഉണ്ട്. അവരുടെ പേരാണ് ഷഹനാസ് ഹബീബ്. ഷഹനാസ് ഹബീബ് എന്ന് പറയുന്ന ആളാണ്. അവരാണ് മലയാളത്തിൽ നിന്ന് വിവർത്തനം ചെയ്തത്. അപ്പൊ ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു പത്മപ്രഭ പുരസ്കാരം ഈ പറഞ്ഞ ബെന്യാമിന്റെ പുസ്തകത്തിന് കിട്ടിയാൽ അത് വിവർത്തനം ചെയ്ത ആളിനും ഒരു 10 ലക്ഷം രൂപ കിട്ടും എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. ഇനി 2024 JCB പുരസ്കാരം ഉപമന്യു ചാറ്റർജിക്കാണ് ലഭിച്ചത് കേട്ടോ. 2023 ഓക്കെ, 2023 JCB പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഉപമന്യു ചാറ്റർജിക്കാണ്. ആർക്കാണ്? ഉപമന്യു ചാറ്റർജി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ ലോറൻസ് ഓഫ് സെർച്ച് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന നോവലിനാണ് ഈ പുരസ്കാരം ലഭിച്ചതെന്ന് പറയുന്നുണ്ട്. 2023 പെരുമാൾ മുരുകനെയാണ് അദ്ദേഹത്തിന്റെ ആലണ്ട പാച്ചി അല്ലെങ്കിൽ ഫയർ ബേർഡ് എന്ന് പറയുന്ന കൃതിക്കാണ് വിവർത്തനത്തിനാണ് ഈ പറയുന്ന JCB പുരസ്കാരം 2023 പെരുമാൾ മുരുകന് ലഭിച്ചത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ. അപ്പോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ നമ്മുടെ ബെന്യാമിന് മാത്രമല്ല നമ്മുടെ ഹരീഷിനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, JCB പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ആ കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ സാഹിത്യ അവാർഡിന്റെ മേഖലയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? എഴുത്തച്ഛൻ പുരസ്കാരത്തെ കുറിച്ച് മനസ്സിലാക്കിയാൽ എഴുത്തച്ഛനെ കിട്ടി. എഴുത്തച്ഛനിലൂടെ നമ്മൾ വള്ളത്തോളിലേക്ക് നമ്മൾ പോയി. വള്ളത്തോളിലൂടെ വയലാറിലേക്ക് വന്നു. വയലാറിലൂടെ ഓടക്കുഴൽ നമ്മൾ കണ്ടുപിടിച്ചു. ഓടക്കുഴലിലൂടെ നമ്മൾ എന്ത് ചെയ്തു? നേരെ ഇങ്ങ് ചാടി വന്നു അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എഴുതി വെച്ച് പഠിക്കുക, വായിച്ച് പഠിക്കുക. എഴുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് 1-2 തവണ നിങ്ങൾ വെറുതെ ഒന്ന് നടക്കുമ്പോഴോ സ്റ്റെയർ കേസ് ഒക്കെ ഇറങ്ങി പോകുമ്പോഴോ ഒന്ന് ആലോചിച്ചാൽ മതി, ഒന്ന് ഓർത്തെടുത്താൽ മതി. അപ്പൊ സ്റ്റെയർ കേസ് ഒക്കെ ഇറങ്ങുമ്പോൾ ഓർത്തിട്ട് നിങ്ങൾ വീഴാൻ പാടില്ല, അങ്ങനെയല്ല പറയുന്നത്. ഇടയ്ക്കൊന്ന് പീരിയോഡിക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊന്ന് ഓർത്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് ഒരിക്കലും മറക്കില്ല. ഇനി അവിടെ എനിക്കറിയാം, ഞാൻ കേരള സാഹിത്യ അക്കാദമി അവാർഡോ അല്ലെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡോ ഒന്നും ഇപ്പം നിലവിൽ അതിൽ ആഡ് ചെയ്തിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എല്ലാം കൂടി ഒരുമിച്ചാകുമ്പോൾ എന്തൊക്കെയാവും. പിന്നെ മാതൃഭൂമി പുരസ്കാരമൊക്കെ വരാനുണ്ട്, മുട്ടത്ത് വർക്കി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടല്ലോ. അതെല്ലാം കൂടി മിക്സ് ആക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ വേണമെന്ന് ആഗ്രഹമുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരും ദിവസങ്ങളിൽ അതും വേണമെങ്കിൽ ചെയ്യാം. ഏറ്റവും ബേസ് ആയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ഇന്നിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം. അത്രയും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുക നമ്മുടെ ക്ലാസ്സുകളൊക്കെ. ഓക്കെ, പിന്നെ നമ്മുടെ PDF മെറ്റീരിയൽ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ അവരെന്ത് ചെയ്യും? നിങ്ങൾക്ക് അത് അയച്ചു തരും എന്നുള്ള കാര്യം കൊടുക്കുകയാണ്. അത് പറയുമ്പോഴാണ് PDF എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിന്റെ PDF ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഞാൻ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കാം. അതിന്റെ ലിങ്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഒക്കെ ആയിട്ട് ഞാൻ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഇതിന്റെ PDF ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും കൂടെ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.